1000 കുറ്റങ്ങൾ ഒറ്റയടിക്ക് ഇല്ലാതാക്കി ജനവിശ്വാസ് ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി. സുപ്രധാന നാഴികക്കല്ലെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ വാദം. രാജ്യം കുറ്റവിമുക്തമാകാൻ പോവുകയാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. 5 കോടി കേസുകൾ കോടതിയിൽ നിന്ന് പിൻവലിക്കപ്പെടുമെന്നും മന്ത്രി വ്യക്തമാക്കി. ചെറിയ കുറ്റങ്ങൾക്ക് ക്രിമിനൽ കേസുകൾക്കപ്പുറം വകുപ്പ് തലത്തിലായിരിക്കും പിഴ. YS അഭിനന്ദ് വിവരങ്ങളുമായി. അഭിനന്ദ്, ഈ ജനവിശ്വാസ് ഭേദഗതി ബിൽ ഏത് രൂപത്തിലാണ് അവതരിപ്പിക്കപ്പെടുന്നത്? ഈ കേസുകൾ ഒഴിവാക്കുന്നെന്ന് പറയുമ്പോൾ ഏത് തരത്തിലുള്ള കേസുകളാണ് പിൻവലിക്കുക? അതെങ്ങനെയാണ് പൂർണ്ണമായും സാധ്യമാകുക എന്ന ചോദ്യമുണ്ട്. എന്താണ് അറിയാനാകുന്നത്? സ്മൃതി, ഇന്നലെയാണ് ജനവിശ്വാസ് ഭേദഗതി ബില്ല് ലോക്സഭ പാസാക്കിയതിനു ശേഷം ഇന്നാണ് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ വാർത്താ സമ്മേളനം നടത്തി അതിനകത്ത് കൂടുതൽ വിശദീകരണം തന്നിരിക്കുകയാണ്. ചെറിയ ചെറിയ കേസുകളൊക്കെ ഇപ്പോഴും രാജ്യത്തുടനീളമുണ്ട്. അതൊക്കെ ഒരു കുറ്റമായി ഇനി പരിഗണിക്കേണ്ടതില്ല എന്നാണ് ജനവിശ്വാസ് ബില്ല് അത് ലക്ഷ്യമിടുന്നതെന്നാണ് കേന്ദ്രമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. കാരണം ചില പ്രധാനപ്പെട്ട നിയമങ്ങളിലൊക്കെ തന്നെ മാറ്റം വരുത്തിയിട്ടുണ്ട്. 1000 കുറ്റങ്ങൾ പൂർണ്ണമായും ഇല്ലാതാക്കുകയാണ്. 79 നിയമങ്ങളിലാണ് ഇനി മാറ്റം വരുവാൻ പോകുന്നത്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ലൈസൻസിന് കാലാവധി തീർന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസം പിഴ ഈടാക്കുന്ന ഒരു സംഭവം അതുണ്ട്. അത് പൂർണ്ണമായും ഇല്ലാതാക്കുക. 1 മാസത്തിനകം ലൈസൻസ് എടുക്കുവാൻ വേണ്ടിയിട്ടുള്ള അനുമതി നൽകണം. ഒപ്പം തന്നെ വ്യവസായം, ചെറുകിട വ്യവസായങ്ങളായിട്ടുള്ള കശുവണ്ടി, കയർ തുടങ്ങി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ തുടങ്ങുന്നതിന് വേണ്ടി അപേക്ഷിക്കുമ്പോൾ PCS കൃത്യമായി അത് ലഭിക്കാത്ത സാഹചര്യമുണ്ട്. അപ്പോഴൊക്കെ കുറ്റങ്ങളായി പരിഗണിക്കുന്നുണ്ട്. അതൊക്കെ പൂർണ്ണമായും ഇല്ലാതാക്കുവാൻ വേണ്ടിയിട്ടുള്ള ഇടപെടലാണ് ഇപ്പോൾ ജൻവിശ്വാസ് ഭേദഗതി ബില്ലിന്റെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നതാണ് കേന്ദ്രമന്ത്രി വ്യക്തമാക്കുന്നത്. 2014 പ്രധാനമന്ത്രി അധികാരമേറ്റപ്പോൾ തന്നെ വ്യക്തമാക്കിയതാണ് ജനങ്ങളെ വിശ്വാസത്തിലെടുക്കുന്ന രീതിയിലേക്ക് രാജ്യം പോകണമെന്ന്. നേരത്തെ ഈ ഒരു ഒറിജിനൽ ഫോമിന്റെ ഒറിജിനലായിട്ടുള്ള ഒരു പകർപ്പ് പിന്നീട് അത് കോപ്പി ചെയ്ത് അറ്റസ്റ്റ് ചെയ്യാനുള്ള അധികാരമൊക്കെ ജനങ്ങൾക്ക് നൽകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ആ തരത്തിലേക്കാണ് ഇപ്പോൾ മാറ്റുന്നത്. ഒരാളുടെ വസ്തുവിലേക്ക് മറ്റൊരാൾ ഇടിച്ചു കയറുന്നു, അങ്ങനെ അത് കോടതിയിലേക്ക് പോകുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിഴയാക്കി അത് മാറ്റണം എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഈ ബില്ലിനകത്ത് പറയുകയും ചെയ്തത്. ജനവിശ്വാസ് ബില്ല് രാജ്യത്തിന് തന്നെ സുപ്രധാന നാഴികക്കല്ലാണെന്നാണ് കേന്ദ്രമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തത്. കോടതിയിൽ ഇപ്പോൾ ഏതാണ്ട് 5.5 കോടിയിലധികം കേസുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ട്. അതൊക്കെ അത്ര വലിയ ക്രിമിനൽ കുറ്റങ്ങളൊന്നുമല്ല. ആ കുറ്റങ്ങളൊക്കെ പൂർണ്ണമായും ഒഴിവാക്കണം. ചെറിയൊരു പിഴ മാത്രം നൽകണമെന്നാണ് കോടതികൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. അത് ഒറ്റയടിക്കാണ് 1000 കുറ്റങ്ങൾ ഇല്ലാതാക്കുന്നതെന്നാണ് ഈ ഭേദഗതി ബില്ലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു സുപ്രധാന നാഴികക്കല്ലാണ് കേന്ദ്ര സർക്കാർ ഇതുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് വയ്ക്കുന്നതെന്നാണ് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയതിന്റെ ഒരു കരട് കുറച്ച് ദിവസങ്ങൾക്കകം തന്നെ കേന്ദ്ര സർക്കാർ പ്രസിദ്ധീകരിക്കുമെന്നും പറയുന്നുണ്ട്. ശരി, YS അഭിനന്ദാണ് വിവരങ്ങൾ നൽകിയത്.